ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് പറഞ്ഞത് ഡോർ തുറക്കണം. തുറക്കണം. തുറക്കമല്ലേ പറഞ്ഞത്? ഡോർ തുറക്കണം. ഇതിനു വേണ്ടിയാണോ ജയിലിൽ ചാടിയത്? എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഹരിയേട്ടന് നിത്യം നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നിച്ചു ജീവിക്കാം. നിത്യയോടും എന്റെ ആശംസകൾ പറഞ്ഞേക്കണം. പറയാം. പിന്നെ ഹരിയേട്ടാ, ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് കാണിക്കുമ്പോ ചിലത് ഇങ്ങോട്ടും കാണിക്കണം. ഹരിയേട്ടനിപ്പോ കയ്യെത്തിപ്പിടിച്ചത് ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തിന് എനിക്ക് അർഹതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നിന് തയ്യാറെടുക്കുമ്പോ ഹരിയേട്ടൻ ഇതുപോലെ എന്നെയും വിഷ് ചെയ്യണം. എന്റെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായ അത് മാറ്റിത്തരാൻ ഹരിയേട്ടൻ തയ്യാറാവുകയും വേണം. ഞാൻ ഉദ്ദേശിച്ചത് കല്യാണിയുടെ കാര്യം. വിവാഹം കഴിക്കുന്നത് ഹരിയേട്ടന്റെ നിത്യയുടെ തീരുമാനം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും കല്യാണിയുടെ അച്ഛനമ്മ ആവാൻ പറ്റില്ലല്ലോ. അത് ഞാനും വിപിനുവാ. എത്ര കെട്ടിച്ചമച്ചൊരുക്കി വിട്ടാലും പ്രസവിക്കാത്തവളെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. വീണ, പ്ലീസ്, ഈ നേരത്തെങ്കിലും. ഓ, ഞാനത് മറന്നുപോയി. ഹരിയേട്ടൻ നല്ല ഫ്രഷായി സന്തോഷമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കേണ്ടതല്ലേ. ഐ ആം റിയലി സോറി. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. ഹരിയേട്ടൻ ഒരിക്കലും വേദനിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഹരിയേട്ടൻ ഒരിക്കലും എന്നെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഇല്ല സാർ, രക്ഷപ്പെട്ട ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോലീസ് എത്തിക്കഴിഞ്ഞു. മീഡിയയിൽ നിന്നുള്ള കോൾസ് ഇവിടെയുണ്ട്. അവര് വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. തടവുകാരന്റെ പേര് വിവരങ്ങളും പുറത്തുവിടണ്ടെന്ന് സാറ് പറഞ്ഞുകൊണ്ടാ. സാർ, നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് അയാളെ പൊക്കിയിരിക്കും, കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഷുവർ സാർ. അല്ല, കേൾക്കണേ, എനിക്കൊരു വലിയ നഷ്ടം വരുത്തിക്കൊണ്ടാ ഇവൻ കച്ചവടം പഠിക്കുന്നത്. ഇത് ഞാനുണ്ടാക്കിയ നഷ്ടത്തിന്റെ കഥയാണേ. അച്ഛൻ സ്വന്തമായിട്ടുണ്ടാക്കിയ നഷ്ടത്തിന്റെ കഥകൾ വേറെ ഒരുപാടുണ്ട്. ഓഹോ, അതിന് ഞാൻ അച്ഛനെ ഉപദേശില്ല കേട്ടോ. പാവി, അല്ല, എന്താ ശരവണ, താൻ കുറെ നേരം ആയല്ലോ രഘു സാറിനോട് രഹസ്യം പറയാനായിട്ട് അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു. എന്താ കാര്യം? ஒன்றும் இல்லை சார், அது எனக்கு சாருக்கு மட்டும்தான் புரியும். ஓ,
சார் வாங்க சார் வாங்க. കാര്യം എന്തായാലും ശരി. ദാ ശരവണനെ പോലെ ഒരാളെ വീട്ടിലേക്ക് കിട്ടുക എന്നുള്ളതേ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിത്യയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അത്രയ്ക്ക് നല്ലവനാ. ശരവണ ഒന്ന് നിന്നടാ. എന്താ പ്രശ്നം? சார் கோயிலுக்கு வெளியில ஒரு வண்டி நிக்குது. அது கொஞ்ச நேரம் அங்கே கிடக்குது. நான் இப்ப போய் பார்க்கும்போது அதுக்குள்ள ஒரு ஆள் தலையெல்லாம் மூடி துணிட்டு முகம் எல்லாம் மறைச்சிருக்கு சார். മൊത്തം തുണി കൊണ്ട് മൂടി. ஆமா നീ വാ. சார் இந்த காரு இதுதான். അത് അവനാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് അവൻ കടക്കാൻ പാടില്ല. ഇറങ്ങി വേണം. നിന്നോട് പറഞ്ഞത് ഡോറ് തുറക്കണം. തുറക്കണം. തുറക്കമല്ലേ പറഞ്ഞത്? ഡോറ് തുറക്കണം. തുറക്കമല്ലേ പറഞ്ഞത്? എന്താ ആരാ ആരെന്ന് തുറക്കണം. തുറക്കണം ഇങ്ങോട്ട്. എന്താ കാര്യം? തുറക്കമല്ലേ പറഞ്ഞത്? എന്താ ഇത്? ഇങ്ങോട്ട് പണം விடாதீங்க சார். നിങ്ങൾക്ക് വേണ്ട നീ ഇതിനു വേണ്ടിയാണോ ജയിലിൽ ചാടിയത്? കാര്യം ശരവണ, ஐயோ கடவுளே. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? സോറി, ഞാൻ വേറൊരാളാന്ന് വിചാരിച്ച്. നിങ്ങളിങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചപ്പോ ഞാനൊരു ഡയാലിസിസ് പേഷ്യന്റാ. അതുകൊണ്ട് എങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത്? സോറി, ஐயோ சார். ഞാൻ വേറൊരു ടെൻഷനില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. சார் காலி பிடிக்கிறோம் சார். ശരവണ, എന്താ ഇത്? സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ ഓടിവായോ, അയ്യോ ആരെല്ലാം ഒന്ന് ഓടിവായോ, ആരെല്ലാം ഓടി വരണേ. சார் മധുര നൊമ്പരക്കാറ്റ്